അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ അപകടത്തിന് മുൻപ് സെൻസർ സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള പറക്കലിലാണ് തകരാർ കണ്ടെത്തിയത്. ഇത് പരിഹരിച്ച ശേഷമായിരുന്നു ലണ്ടനിലേക്ക് പറന്നുവരുന്നത്. സെൻസർ സംവിധാനത്തിലെ തകരാർ ഇന്ധന സ്വിച്ച് തനിയെ പ്രവർത്തിക്കാൻ കാരണമായോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. PR സുനിൽ ചേരുന്നു. PR സുനിൽ, അതൊരു ഗുരുതരമായ കാര്യം തന്നെയാണ്. സെൻസർ സംവിധാനത്തെ തകരാർ കണ്ടെത്തിയിരുന്നു, അത് പരിഹരിച്ച് യാത്ര തുടർന്നു എന്നതാണ്. പക്ഷേ അതുകൊണ്ടാണോ ഈ ഇന്ധന സ്വിച്ച് ഓഫായത് എന്നുകൂടി അറിയേണ്ടതുണ്ടല്ലേ? വിനീത, തീർച്ചയായും വളരെ ഗൗരവമായ കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഏതായാലും സാങ്കേതിക തകരാറ് വിമാനത്തിനുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദില്ലിയിൽ നിന്ന് ഈ വിമാനം അഹമ്മദാബാദിലേക്ക് പറന്നതിന് ശേഷം ഈ വിമാനത്തിൽ സാങ്കേതിക തകരാറ് ഉണ്ടായിരുന്നു. അത് ഇലക്ട്രിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ സെക്ഷനിലായിരുന്നു. അതിന്റെ ഒരു സെൻസർ സംവിധാനത്തിലായിരുന്നു തകരാർ കണ്ടെത്തിയത്. അപ്പോൾ ഈ തകരാർ പിന്നീട് പരിഹരിക്കുകയും അതിനുശേഷം ഇത് പറക്കൽ ശേഷി വിമാനത്തിനുണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷമായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്തത്. തൊട്ട് പിന്നാലെ അപകടത്തിൽപ്പെടുന്നത്. ഏതായാലും ഈ കണ്ടെത്തിയ തകരാർ എന്നത് ഒരിക്കലും ഇന്ധന നിയന്ത്രണ സ്വിച്ച് തനിയെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഏതെങ്കിലും വിധേന ഇത്തരം സെൻസർ സംവിധാനം തകരാറിലായാൽ അത് ഈ ഒരു ഇന്ധന നിയന്ത്രണ സ്വിച്ച് തനിയെ പ്രവർത്തിക്കുന്ന, അതായത് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് ഈ ഒരു വിമാനത്തിന് ഈ അപകടത്തിന് മുൻപ് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു എന്ന ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുകയാണ്. അത് സെൻസർ സംവിധാനത്തിലെ സാങ്കേതിക തകരാറാണെന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഏതെങ്കിലും വിധേന ഈ ഒരു ഇന്ധന നിയന്ത്രണ സ്വിച്ചിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന ഗൗരവമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നത് വാൾ സ്ട്രീറ്റ് ജേർണലിൽ വരുന്നത് ഈ ഒരു വിമാനത്തിന്റെ ഈ ഒരു ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രവർത്തിച്ചത് അത് മാനുവലായി തന്നെ ചെയ്തതാകാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. വിനീത, അതാണ്. ഏതായാലും ഇതിനൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. PR സുനിൽ, താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. ഇത് എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ആയത് എന്നതാണ് ചോദ്യം. പൈലറ്റുമാരിൽ ആരെങ്കിലും അത് ഓഫ് ചെയ്തതാണോ അതോ സുനിൽ സൂചിപ്പിച്ചതുപോലെ സെൻസർ തകരാറ് മൂലം സംഭവിച്ചതാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വരും മണിക്കൂറുകളിൽ അതിലൊരു വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം.